ഹലോ ചത്ത പച്ച രാവിലത്തെ 10 മണിക്ക് ഫസ്റ്റ് ഷോ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊന്നും കണക്റ്റ് ആയില്ല. ഒരു കഥയില്ല പടത്തിൽ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുക, ഒരു പ്രാവശ്യം കാണാം. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും, അവരൊക്കെ പോയി കണ്ട് എൻജോയ് ചെയ്യും. ഫാമിലി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ അദ്വൈത് നായരും സനു തൈക്കോടുമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ഷിഹാൻ ഷൗത്താണ് ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. മ്യൂസിക് നമ്മുടെ ശങ്കർ മഹാദേവൻ്റെ ടീമാണ്. മുജീബാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഇഷാൻ, വൈശാഖ് നായർ, പിന്നെ റോഷൻ മാത്യു, അർജുന അശ്വൻ, ഇവരൊക്കെയാണ് ആക്ടർ. ബാക്കിയുള്ള ആർട്ടിസ്റ്റിന് എനിക്ക് പരിചയമില്ല. അതായത് നായികയുണ്ട്, അവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് ഫസ്റ്റിലാണ് പറഞ്ഞുള്ളൂ, ഇതിനകത്തൊരു കാമീസ് ഉണ്ട്. ആ കാമീസ് നമ്മൾ പ്രതീക്ഷിച്ച ആൾ തന്നെയാണ്. അതിനകത്ത് ലാലേട്ടനും ദുൽഖറൊന്നും ഇല്ല. അവർക്ക് പേരെഴുതി കാണിക്കുന്നുണ്ട്, നന്ദി പറഞ്ഞ് പേരെഴുതി കാണിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും അതിനകത്തില്ല. നമ്മൾ പ്രതീക്ഷിച്ച കാമീസ് തന്നെയാണ് അതിനകത്ത്. സത്യം പറഞ്ഞ സ്പോയിലറൊന്നും അല്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാലും അതുകൊണ്ട് ഞാൻ പറയാം, ഇതിനകത്ത് മമ്മൂക്കനാണ് കാമീസ്, നിങ്ങൾ പ്രതീക്ഷിച്ച ആൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് മമ്മൂക്കനകത്ത് അവനെങ്കിലും ഒരു കാര്യമില്ല എൻ്റെ അഭിപ്രായം. കാര്യം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് വിഷമം തോന്നി. കാര്യം അറിയോ, ഇത്രയും ചെറിയൊരു പടത്തിൽ ഇങ്ങനൊരു പടത്തിന് വേണ്ടി നമുക്ക് തലവെക്കേണ്ട കാര്യമില്ല. എന്ത് കാര്യം, മമ്മൂക്കയുടെ ആവശ്യം അതിനകത്തില്ല. എന്ത് കാര്യത്തിനാണ് മമ്മൂക്കനകത്ത് തല ഒരു പിടുത്തം കിട്ടുന്നത്? പിള്ളേർ ഒന്ന് രക്ഷപ്പെട്ടോടെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ മമ്മൂക്ക ലാലേട്ടൻ്റെ ബന്ധുക്കാരനല്ല സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു പടം. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം ഇതിന് ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഇത് വിതരണം ചെയ്തതിന് ദുൽഖറിൻ്റെ കമ്പനിയാണ്, വേഫർ ഫിലിംസ് ആണ് വിതരണം ചെയ്യുന്നത്. ആ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ദുൽഖറിൻ്റെ കമ്പനിയൊന്നും ഇതിൽ വിതരണം ചെയ്തില്ലെങ്കിൽ ഈ പടം ഇത്രയും തിയേറ്റർ ലിസ്റ്റ് കിട്ടത്തില്ല. ഇത്ര പേര് പ്രേക്ഷകർ കാണാൻ വരത്തില്ല. മമ്മൂക്ക അതിനകത്ത് കാമറ റോൾ ചെയ്തില്ല, പടം കാണാൻ വരത്തില്ല. ഇത്രയും പ്രേക്ഷകർ വരത്തില്ല. ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാൻ പോലെ ഇത്ര ഹൈപ്പ് കിട്ടത്തില്ല പടത്തിന്. ഇത് മമ്മൂക്കനകത്ത് കാമറ റോളുണ്ടെന്ന് അറിയാം. പിന്നെ ദുൽഖറിൻ്റെ വേഫർ ഫിലിംസ് ആണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല തിയേറ്റർ ലിസ്റ്റ് കിട്ടുമെന്ന് അറിയാം, പുറത്തും കിട്ടുമെന്ന് അറിയാം. അങ്ങനെയൊക്കെ വന്നിട്ട് ഇവർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അല്ല അർജുന അശോകനോ അല്ലെങ്കിൽ ഈ റോഷൻ മാത്യോ, വൈശാഖ് നായർ, ഇവരൊക്കെ പടമൊക്കെ കാണാൻ ഏത് ആൾക്കാർ പോവുമോ? നല്ല പടമാണെങ്കിൽ പോലും ആൾക്കാർ കാണാൻ പോകത്തില്ല. അപ്പോൾ ഇത് ഇവരുടെ കമ്പനി വിതരണം ചെയ്യുന്നു, മമ്മൂക്കനത് കാമി ചെയ്യുന്നു. അതുകൊണ്ട് ആൾക്കാർ ഇടിച്ചുള്ളി കയറിയിട്ട് ബുക്കിംഗ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ഫസ്റ്റ് ഷോ പോയി കാണും. ഞാനും ഫസ്റ്റ് ഷോ പോയി കാണാൻ കാര്യം മമ്മൂക്കനെന്നുകൊണ്ടാണ്. ഞാൻ മമ്മൂക്ക ഫാനാണ്. എന്നിട്ടും എനിക്ക് മമ്മൂക്കയുടെ ആ സീൻ മമ്മൂക്ക വേണ്ടായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം അത് അങ്ങനത്തെ ഒരു പടം കാണുമ്പോൾ നിങ്ങൾ പറയാം, ആ സീനൊന്നും മമ്മൂക്കയുടെ വേറെ ഒരു സാധാ ഒരു നടനെ വെച്ചാൽ മതി. ഇത്ര വലിയ ലെജൻസിനെ, ഇത്ര വലിയ മെഗാസ്റ്റാറിനെ അതിനകത്ത് വെക്കേണ്ട കാര്യമില്ല. അല്ല പിന്നെ ആ വെച്ച സീൻ നല്ല രീതി പ്ലേസ് ചെയ്യണമാകുന്നത്. അത് ഡയറക്ടർ ചെയ്തില്ല. അവിടെ ഡയറക്ടർക്ക് വളച്ച പറ്റി. നമുക്കൊരു സീനൊക്കെ അടിപൊളിയാണ്, പക്ഷെ നമ്മൾ പ്രതീക്ഷയ്ക്ക് വന്നില്ല. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് വരുവാണെങ്കിൽ, സിനിമ തുടക്കം അടിപൊളിയാണ്, നല്ല രീതിയിലാണ് തുടങ്ങുന്നത്, നല്ല അടിപൊളി പരിപാടിയാണ്. ഇവരെ ചെറുപ്പമാണ് കാണിക്കുക, അർജുന അശ്വൻ്റെ ഒക്കെ. പക്ഷെ അതൊക്കെ അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത പടം വേറെ ലെവലിലായിരിക്കും. നമ്മുടെ കൈ വിട്ടുപോയി, പാനിൻ്റെ ഹിറ്റായി, പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റായി, 100 കോടി കടിച്ചെന്ന് ഞാൻ വിചാരിച്ച പോക്ക് കണ്ടപ്പോൾ. അതായത് ഇവർ മമ്മൂക്കയുടെ വലിയ ഫാനാണ്. മമ്മൂക്കയുടെ പഴയ ഫൈറ്റിൽ ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന നമ്മുടെ അവിടുത്തെ വലിയ അജാനുഭാവമായിട്ട് ഫൈറ്റ് ചെയ്യുന്നവരാണ് സായ്കുമാറെ വീഴ്ത്താൻ അവിടെ കൊച്ചിയിലേക്ക് ഒരാൾ വരുന്നു. അതാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ. മമ്മൂക്ക വന്ന് സായ്കുമാർ അടിച്ചിട്ട് അവിടെ രാജാവാകുന്നു, ഇവർ ഫാനാവുന്നു. അതൊക്കെയാണ് പരിപാടി. വാട്ടർ പിള്ളേരെ തൊടുവെന്നൊക്കെ പറഞ്ഞ ട്രെയിനിൽ നിങ്ങൾ കണ്ടില്ലേ, വാൾട്ടർ മമ്മൂക്കയാണ്. അപ്പം ആ തലക്കെട്ട് കിട്ടുന്ന സീനൊക്കെ അത് മമ്മൂക്കയാണ്. അപ്പം അങ്ങനെ ഒരു ഫാൻസ് ആണ്. അപ്പോൾ അത് കണ്ട് ഇവരിങ്ങ് വളർന്ന് സെറ്റപ്പായി. പിന്നെ ചോട്ടാമ്പയുടെ റെഫറൻസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സംരംഭം തുടങ്ങാണ്ട് പോവുക. ഈ WWE പരിപാടി, മറ്റേ ഈ റെസ്ലിംഗ് പരിപാടി തുടങ്ങാൻ വേണ്ടി ഇവർ ഒരു അടച്ചിട്ടൊരു സ്ഥലത്ത്, ഒരു ആളതാമസമില്ലാത്തൊരു മട്ടാഞ്ചേരിയിലെ സ്ഥലത്ത് തുടങ്ങുക. അത് വേറൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അതിലേക്കൊക്കെ വരാം. അത് പിന്നെ അയാൾ വിഷയം ഉണ്ടാക്കി വരുന്നു, അയാൾക്ക് 2 പൊട്ടി കിട്ടുന്ന അതൊക്കെയാണ് പരിപാടി. പിന്നെ അത് മെയിനായിട്ട് പറയേണ്ട കഥയില്ല, എന്നൊന്നും കണക്റ്റ് ആകുന്നില്ല. അങ്ങനെ ഇവർ ആ സംരംഭം തുടങ്ങുന്നു. ഇവർ ചേട്ടന്മാരും ഇവർ സുഹൃത്തുക്കളും ആ ലേഡിയൊക്കെ ഇവരുടെ കൂടെ ഉള്ളതാണ്, നായിക. ഇവരെല്ലാം കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിക്കുന്നു, ആൾ കൂടുന്നു. ഇതൊക്കെയാണ് പരിപാടി. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ആ പരിപാടി അങ്ങ് വളർന്ന് വലുതായി വലിയ ഇൻ്റർനാഷണൽ പരിപാടി പോലെയൊക്കെ ആയിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വന്ന് ഫൈറ്റ്. പിന്നെ ഒരു വില്ലനും അങ്ങനെ പരിപാടി, അവിടെ മമ്മൂക്ക വരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ച് പോയത്. ആ തുടക്കം കണ്ടപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പോയത് തന്നെ അല്ല, അവിടെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു. ഈ വൈശാഖ് നായരാണ് വില്ലൻ. വൈശാഖ് നായരൊന്നും പറ്റിയ വില്ലൊന്നുമല്ല, പക്ഷെ നല്ലത് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിയ വില്ലൊന്നുമല്ല. എന്നാൽ കൂടെ നല്ലൊരു അജാനുഭാവ് ഗുണ്ടയും വെക്കണമായിരുന്നു, അതും വെച്ചില്ല. അപ്പോൾ ഇവർ സ്ഥിരം കാണിക്കുന്നവളൊക്കെ തന്നെ ഇവർ അങ്ങനെയൊക്കെ പോകണം, ഇങ്ങനെ ഫൈറ്റും അതും ഇതുമായിട്ട് പോകണം. ഇടയ്ക്ക് കുറച്ച് കോമഡി കലർന്നൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് കുറച്ചൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് മെയിനായിട്ട് പരിപാടി ഇത് തന്നെയാണ് പരിപാടി. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഫൈറ്റ് ചെയ്യുന്നു, ആൾക്കാരൊന്നും കൂടുന്നു. ഇതൊക്കെയുള്ള വേറെ പരിപാടിയൊന്നുമില്ല. അതിനിടയ്ക്ക് വൈശാഖ് നായർ ഈ മറ്റേ ഈ കൂട്ടത്തിലിവരുണ്ടല്ലോ, ആ പരിപാടി ഉണ്ട്. ആ പരിപാടി ഒപ്പിക്കാണ്ട് വരുന്നു. റോഷൻ മാത്യു ഇവൻ്റെ ചേട്ടനാണ്, അർജുന അശോകൻ്റെ. അപ്പോൾ റോഷൻ മാത്യു എൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് വരുന്ന സീനാണ്. അപ്പോൾ എന്തിനാ ജയിലിൽ പോയത്, എന്നാ കാര്യം എന്നൊന്നും അറിയത്തില്ല. എന്തോ പറയുന്നുണ്ട് അർജുന അശോകൻ, പക്ഷേ ക്ലിയർ അല്ല, ക്ലാരിറ്റി ഇല്ല, എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാ ജയിലിൽ പോകുന്നത്. പിന്നെ അതൊന്നും വൃത്തിയായിട്ട് കാണിക്കുന്നുമില്ല.
അങ്ങനെ അതാ പറഞ്ഞ ഒരു കഥയില്ല ഒന്നുമില്ല. പിന്നെ ഇവരുടെ ഈ കഥയെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ റെസ്ൽ ചെയ്യുക, പോരുക, റെസ്ൽ ചെയ്യുക, ഇതൊക്കെയുള്ള പരിപാടി. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഒരു ടീം ഇവരുടെ സ്ഥലത്താണ് ഈ റെസ്ലിംഗ് തുടങ്ങുന്നത്. അദ്ദേഹം പിന്നെ സിദ്ദിഖ് ഉണ്ടെന്നത്, സിദ്ദിഖിൻ്റെ ക്യാരക്ടറോടെ ഒഴിപ്പിക്കാനുള്ള പരിപാടി കൊണ്ട് ഇമാരെ ഇടയ്ക്ക് ജീപ്പ് വന്നിട്ട് ആരാന്ന് പോലും അറിയത്തില്ല നമുക്ക്. പുതുമങ്ങളാണ്, വലിയ ഷോ കാണിക്കുന്നു, ഡയലോഗ് അടിക്കുന്നു, ഇമാർ പോകുന്നു. ഇതൊക്കെയാണ് അതിനകത്തെ പരിപാടി. ലാസ്റ്റ് രണ്ട് പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. സിദ്ദിഖിനൊക്കെ ഒരു റോളും ഇല്ല അതിനകത്ത്. സിദ്ദിഖ് ഇടയ്ക്ക് വന്നിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് രണ്ട് അടിയും മേടിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അല്ല അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾ പ്രതീക്ഷകളൊന്നും സംഭവം പടത്തിനകത്തില്ല. പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഇടിയെന്ന് പറഞ്ഞ സാധനം അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല അതിനകത്ത്. വയസ്സാകുന്ന ഇങ്ങനെ കൂട്ടത്തിൽ പിന്നെ ഇവർ ചേട്ടനെ ലാസ്റ്റ് പ്രശ്നം ഉണ്ടാകുന്നു. ഈ റെസ്ലിങ്ങിൻ്റെ അവിടെ കടന്ന് ഈ ചേട്ടനെ അടി ഉണ്ടാക്കുന്നു. അപ്പം ഈ വയസ്സാകുന്നവർ ഒരു റൗഡി കൊണ്ടുവരുന്നു, അജാന റൗഡി. അപ്പോഴൊരു നല്ലൊരു റൗഡിയെ കാണിക്കുന്നത്. ആ റൗഡിയൊക്കെ പൊളിയായിരുന്നു. അവിടെയാണ് മമ്മൂക്കയുടെ എൻട്രി വരുന്നത്. പക്ഷേ ആ എൻട്രിയിലൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച്, അതും അവിടെ നടന്നില്ല. അപ്പം ഈ വൈശാഖ ഗുണ്ട ഇറക്കുന്നു. ഇവരുടെ നായകനെയും റോഷൻ മാത്യുവിനെയും പിന്നെ അർജുനാശിനെ എടുത്തിട്ട് പെരുമാറുന്നു. അദ്ദേഹം അവിടെ കിടന്ന് വിളയാടുന്നു, തകർക്കുന്നു. അപ്പോഴാണ് നമ്മുടെ വാൾട്ടർ പിള്ളേരെ തല്ലി വാൾട്ടർ ഇളകുന്നത്. അതായത് മമ്മൂക്കയുടെ ഒരു എൻട്രി ബൈക്കിൽ വന്ന് ഭയങ്കര സംഭവങ്ങൾ പ്രതീക്ഷിച്ച്. പക്ഷേ ബൈക്കിൽ ഇവരൊന്നും കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ റേസ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ കുത്തിക്കറി ഇങ്ങനെ കറക്കുന്ന ഒരു സാധനമുണ്ടോ, തടി പോലെ സാധനം, ഈ ചപ്പാത്തി ഉരുട്ടുന്ന സാധനമില്ല, അതുപോലത്തെ ഒരു വലിയ സാധനം. അത് ഇട്ട് ഇങ്ങനെ ഒരൊറ്റ എറിയുന്ന കാണിക്കുന്നു. നമുക്ക് കാണിക്കുന്നില്ല, എറിഞ്ഞ് ആ അജാനബാബു താഴെ വീഴുന്നു. പിന്നെ പൊങ്ങുന്നില്ല. അവിടെ അദ്ദേഹത്തെ പരിപാടി. പിന്നെ ഇടിക്കാൻ പറ്റിയ ആരുമില്ല, ഇടിയൊന്നുമില്ല. ഇതാണ് പരിപാടി. അപ്പോഴാണ് വാൾട്ടറുടെ വരവ്. അടിപൊളി വരവാണ്, കിടിലം വരവാണ്. പിന്നെ അതിനകത്ത് മ്യൂസിക് നമുക്ക് എടുത്ത് പറയണം, കിടിലം മ്യൂസിക്കാണ്. മുജീബിനെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, നല്ല കിടിലം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല പാട്ടൊക്കെയാണ്. റോഷൻ മാത്യുവിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കിഡു മ്യൂസിക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് റോഷൻ മാത്യുവിൻ്റെ കിടിലം ബിജിഎമാണ്. എല്ലാവരും ബിജിഎം അടിപൊളിയാണ്, പക്ഷേ റോഷൻ മാത്യുവിൻ്റെ ബിജിഎം കിടിലം ബിജിഎമാണ്. അങ്ങനെ എല്ലാവരും ബിജിഎം അടിപൊളിയാണ്. പക്ഷേ അതിനകത്ത് മെയിൻ കാമേഴ്സിൻ്റെ ബിജിഎം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മമ്മൂക്കയ്ക്ക് ചെയ്ത ബിജിഎം കൊള്ളത്തില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അത്ര പോരാണ്. മമ്മൂക്കയുടെ പ്ലേസ് അത് തന്നെ ശരിയായില്ല. അത് ഡയറക്ടർ മിസ്റ്റേക്കാണ്. ഇത്രയും വലിയ ലെജൻസിനെ കിട്ടിയിട്ട്, ഇത്രയും വലിയൊരു മെഗാസ്റ്റാറിനെ കിട്ടിയിട്ട് നല്ലൊരു പ്ലേസ് ചെയ്യാനാണ്. അവിടെ ഒരു അജാനബാബു വില്ലനെ വെച്ചപ്പോൾ അദ്ദേഹത്തിന് എറിഞ്ഞ് വീഴ്ത്തിട്ട് നമുക്ക് പിന്നെ അവിടെ നിന്ന് കസാര കുറേ ഷോ ആണ്, ഇപ്പോൾ ഡയലൊക്കെ പറഞ്ഞിട്ടുള്ള സീനൊക്കെ ഉള്ളു. അതൊക്കെ നല്ല സീനാണ്. മമ്മൂക്കയാണ്ട് പൊളിയാണ്. സ്ക്രീമേഴ്സൊക്കെ അറിയാം, മമ്മൂക്ക എല്ലാം നിൽക്കുന്നത്, സ്ക്രീൻ നിറഞ്ഞിരിക്കുകയല്ലേ, പൊളിയാണ്, എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷേ നമ്മളെന്ത് പ്രതീക്ഷിച്ചു ആ സാധനം നമുക്ക് കിട്ടിയില്ല. അത് ഡയറക്ടർ മിസ്റ്റേക്കാണ്. ആ അജാനബാബുവിനെ എറിഞ്ഞ് വീഴ്ത്തുമല്ലേ വേണ്ടേ. അവിടുന്ന് ബൈക്ക് അടിച്ച് പറപ്പിച്ച് വന്നിട്ട് നമ്മുടെ പിള്ളേർ തൊടുന്നൊക്കെ പറഞ്ഞു, ഡയലോഗ് പറഞ്ഞു, അവനെ അടിച്ച് അവനായിട്ടൊരു നല്ലൊരു ഫൈറ്റൊക്കെ വന്നിട്ട് അവിടെ പൊളിച്ചെടുക്കണമെന്ന്. അവിടെ ഒരു ചെറിയൊരു ഫൈറ്റ് 5 മിനിറ്റ് വേണം, കിട്ടുന്ന സാധനം. അപ്പോഴാണ് നമുക്ക് രോമാഞ്ചിക്കേഷൻ. അതുവരെ പടത്തിന് കഥയില്ലെങ്കിലും പടത്തിന് കണക്റ്റ് ആയില്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഒരു വിഷയമില്ല. മമ്മൂക്കയുടെ സീൻ പൊളിച്ചിരുന്നെങ്കിൽ പടം ഹൈ ലെവലിൽ പോകാനെ, വേറെ ലെവലിൽ പോകാനെ, നമുക്ക് ഇഷ്ടപ്പെട്ടേ. പക്ഷേ അവിടെയും നശിപ്പിച്ചു ഡയറക്ടർ, അവിടെയും നശിപ്പിച്ചു. അതായത് എറിഞ്ഞ് വീഴ്ത്തിട്ട് മമ്മൂക്ക അവിടെ വന്ന് 2 ഡയലോഗ് പറഞ്ഞിട്ട് പിന്നെ മമ്മൂക്കയുടെ ഒരു നടപ്പും വരവും ഒക്കെ അതൊക്കെ എല്ലാം അടിപൊളിയാണ്. പക്ഷേ വേറെ പരിപാടി മമ്മൂക്കയുടെ അങ്ങനെ ഫൈറ്റ് ഒന്നും ഇല്ല, നമ്മൾ പ്രതീക്ഷ വന്നിട്ടില്ല. അവിടെ നശിപ്പിച്ച്. മറ്റേതെല്ലാം മാറ്റി വെക്കാറുണ്ട്. മമ്മൂക്കയുടെ സീൻ ഇങ്ങനെ പൊളിയായിരുന്നു, ഇത് മമ്മൂക്കയുടെ സീനും നശിപ്പിച്ച്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് സൂചിച്ചില്ല, പടം കണക്റ്റീവ് ആയില്ല, കഥയും ഇല്ല, എല്ലാം കൊണ്ട് നശിപ്പിച്ച്. പിന്നെ മമ്മൂക്കയുടെ സീനേ ഉള്ളൂ അതിനകത്ത് കൊള്ളാവുന്ന സീൻ പറയാം, നല്ല സീൻ പറയാം. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയുടെ സീൻ വന്നുമില്ല. ഇതാണ് സിനിമ. ഈ റെസ്ലിംഗ് പരിപാടി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച വലിയ സംഭവമൊക്കെ അത്, പക്ഷെ ഒന്നും ഇല്ല എന്നൊരു സംഭവം. പക്ഷെ മമ്മൂക്ക അതിനകത്ത് എന്തിനാ അഭിനയിച്ചെന്ന് എനിക്കറിയത്തില്ല. അതിന് എനിക്ക് തോന്നുന്നത് ഹരിശ്വരനെ അവനൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും ഈ റോഷൻ മാത്യുവിനൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തായിരിക്കും. പിന്നെ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ബന്ധുക്കാരനാണല്ലോ ഇതിൻ്റെ ഡയറക്ടർ അദ്വൈനാർ. അദ്ദേഹത്തിനൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരിക്കും ഈ അദ്ദേഹം ചിലപ്പം ഇതിനകത്ത് ചെറിയ വേഷം ചെയ്ത്, അല്ല ഈ കാമി റോൾ ചെയ്ത്, അല്ല ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ മമ്മൂക്കയുടെ അതിനകത്ത് ആവശ്യം അതിനകത്ത് വരുന്നില്ല. കാരണം ഇമാർ കുറേ പേര് കൂടി ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നത് മമ്മൂക്ക എന്തിനാണ് വരുന്നത്. മമ്മൂക്കയുടെ വില പോകത്തേ ഉള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. ഞാനും മമ്മൂക്ക കട്ട ഫാനാണ്, എന്നിട്ട് ഞാൻ പറയാൻ എനിക്ക് അത്രയും വിഷമമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ വെറും ലോക്കൽ നടന്മാർ ചെയ്യേണ്ട റോളാണ്, അല്ല ഇത്രയും വലിയ മെഗാസ്റ്റാറും ചെയ്യേണ്ട റോളല്ല അത്. എന്തായാലും നിങ്ങൾ പോയി കാണുക. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്, എൻ്റെ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നിങ്ങൾ പോയി നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് പറയാം. ഓക്കെ.